കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ എന്ന നടൻ, മോഹൻലാൽ എന്ന പെർഫോമർ ഇപ്പോൾ ഇല്ല. മോഹൻലാൽ എന്ന താരം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. മോഹൻലാലിന് പഴയ പോലെ അഭിനയിക്കാൻ വയ്യ, അദ്ദേഹത്തിൻ്റെ അഭിനയസിദ്ധി കൈമോശം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മോഹൻലാലിൻ്റെ സിനിമകളെന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷനും അല്ലെങ്കിൽ വലിയ റെക്കോർഡും മാത്രം ലക്ഷ്യം വിട്ട് വരുന്ന സിനിമകളാണ്. അതിനപ്പുറത്തേക്കുള്ള സിനിമകളൊന്നും ഒരു പുള്ളിയുടെ ആക്ടർ എന്ന രീതിയിൽ പുള്ളിയെ യൂസ് ചെയ്യുന്ന സിനിമകൾ വരുന്നില്ല എന്നൊക്കെയുള്ളത്, പുള്ളിക്കത് പറ്റുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഒരുപാട് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ വിമർശനങ്ങൾക്കുമുള്ള ഒരു ഗംഭീര മറുപടിയായിട്ടാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുന്നത്. ഞാൻ സിനിമ കണ്ടത് തലശ്ശേരി മാജിക് ഫ്രെയിംസ് എന്നാണ്. ഈ മാജിക് ഫ്രെയിംസ് തിയേറ്ററിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ വന്ന ആളുകളാരും പ്രത്യേകിച്ച് റെസ്പോണ്ട് ചെയ്യില്ല, കൈകെട്ടി മിണ്ടാതിരുന്ന സിനിമ കാണുകയാണ്. എത്ര വലിയ ഫാൻ ഷോ ആയിക്കോട്ടെ, അല്ല എത്ര വലിയ ഒരു ആഘോഷ സിനിമ ആയിക്കോട്ടെ, അവിടെ ആരും അങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ല. എല്ലാവരും ഒരു അടങ്ങി ഒതുങ്ങിയിരുന്ന സിനിമ കാണുന്നൊരു തിയേറ്ററാണ്. അത്തരത്തിലൊരു തിയേറ്ററിൽ ഇരുന്നിട്ട് കയ്യടിയും ആർപ്പുവിളിയും ബഹളമൊക്കെ ആയിട്ട് ഒരു സിനിമ കാണാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബെൻസ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഷൺമുഖൻ എന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ടാക്സി ഡ്രൈവർ, ഒരു അംബാസിഡറൊക്കെ ഓടിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറാണ്. അയാളുടെ ഈ അംബാസിഡർ കാർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിലാവുകയാണ്. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഷൺമുഖൻ നടത്തുന്ന ചില ശ്രമങ്ങൾ അയാളെ ചില കെണികളിൽ കൊണ്ടെത്തിക്കുന്നു. അതിലൂടെയാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ദൃശ്യം എന്ന സിനിമ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അത് ഞാൻ ദൃശ്യം പോലെ ഒരു സിനിമയാണെന്നോ അതുമായിട്ട് കമ്പയർ ചെയ്യുകയോ ഒന്നുമല്ല. അവസാനത്തെ ഒരു മിനിറ്റ് പോലും ആ സിനിമയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രേക്ഷകരോട് പറയാനുണ്ട്. നമ്മൾ ഗസ് ചെയ്യാതെ നമ്മൾ കരുതുന്നതിനും നമ്മൾ ഊഹിക്കുന്നതിനും ഒക്കെ അപ്പുറത്തേക്ക് ആ സിനിമയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാനുണ്ട്. അതേപോലെ സിനിമയുടെ ഓരോ 10 മിനിറ്റിലും അല്ലെങ്കിൽ സിനിമ മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ റിവീൽ ആവുകയാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഷൺമുഖൻ എന്ന ഒരു ടാക്സി ഡ്രൈവറെ കാണിക്കുന്നു. അയാൾ ആരാണ് എന്നത് മാത്രമല്ല, അയാളുടെ ഫാമിലി എന്താണ്, അയാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാൾക്കെതിരെ നിൽക്കുന്ന ആളുകൾ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലെയേഴ്സായിട്ടാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. ഒരു അനാവശ്യ ക്യാരക്ടർ സിനിമയിലില്ല. ഓരോ വന്നും പോവും ചെയ്യുന്ന ചെറിയ ചില ആക്ടേഴ്സിന് പോലും അവരുടെ ഒരു സ്പേസ് അവിടെ മാർക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഈ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ജെയ്ക്സ് ബിജോയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. 3 പാട്ടുകൾ, ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, മിഴിയോരം എന്ന് തുടങ്ങുന്ന ഒരു ടൈറ്റിൽ സോങ്, പിന്നെ ചെമ്പഴുക്ക എന്ന പാട്ട്. ചെമ്പഴുക്ക എന്ന പാട്ട് ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് മ്യൂസിക്കിൽ കിടക്കുന്ന പാട്ടാണ്. പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടൊരു തമിഴ് സോങ് വരുന്നുണ്ട്. ഇത് 3ഉം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ തമിഴ് സോങ്ങൊക്കെ ആക്ച്വലി അതിന് മ്യൂസിക്കിൻ്റെ കൂടെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് പോവുകയാണ്. നമ്മൾ ഭയങ്കര ഇമോഷണലായി പോകും ആ ഒരു സീനൊക്കെ വരുമ്പോഴേക്കും. പിന്നെ ഇതിൻ്റെ ബി ജി എം എന്ന് പറഞ്ഞാൽ ഒരു സീനിനെ ബി ജി എം എങ്ങനെയാണ് അതിനെ ഇലവേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കും. കാരണം ആദ്യം പറഞ്ഞ പോലെ മാജിക് ഫ്രെയിംസ് എന്ന തിയേറ്ററിൽ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണമെങ്കിൽ ജെയ്ക്സ് ബിജോയ് എന്ന ഒരൊറ്റ പേരാണ് അതിന് കാരണമെന്ന് ഞാൻ പറയും. അവസാനമായിട്ട് ഇതിൻ്റെ സംവിധായകൻ തരുൺ മൂർത്തി, ഒരു ഗംഭീര വർക്കാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ലോ ഹൈപ്പാണ്, ഒരു ഫാമിലി പടമാണ്, ഒരു കുഞ്ഞു സിനിമയാണെന്നൊക്കെ റിപ്പീറ്റഡ്ലി പറഞ്ഞെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ എനിക്ക് തന്നിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. സോ താങ്ക് യു സോ മച്ച്. മോഹൻലാലിനെ പോലെ ഒരു ആക്ടറിനെ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇത്രയും വേഷങ്ങൾ ചെയ്തിട്ടുള്ള, ഇപ്പോൾ പറയുകയാണെങ്കിലും പോലീസായിട്ടും കള്ളനായിട്ടും വക്കീലായിട്ടും പ്രതിയായിട്ടും ഡോക്ടറായിട്ടും രോഗിയായിട്ടും എന്ന് പറഞ്ഞ പോലെ ഇയാൾ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഇല്ല. ഇത്രയും പുള്ളിയുടെ ഒരു അഭിനയ സിദ്ധി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടറിനെ നിങ്ങൾ വീണ്ടും റീഇൻവെൻറ്റ് ചെയ്യുകയാണ്. പുള്ളിയുടെ ഇതുവരെ കടന്നു പോവാത്ത മാനസിക വ്യവഹാരങ്ങളിലൂടെ ഒരു ക്യാരക്ടറിനെ കടത്തി വിടുകയാണ്. പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഇമോഷൻസ് പുള്ളി കാണിക്കുകയാണ്. അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ആരാധകൻ എന്ന രീതിയിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു നല്ല സിനിമ കാണുക എന്നതിനപ്പുറത്തേക്ക് മോഹൻലാലിന് ഒരു നല്ല ക്യാരക്ടർ, മോഹൻലാലിനൊരു നല്ല സിനിമ കിട്ടി എന്നൊരു പേഴ്സണൽ സന്തോഷം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അവസാനമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണാം. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ എങ്ങനെ വേണമെങ്കിലും കാണാം. ഈ സിനിമ നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഞാൻ ആശംസിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.